എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം 4ഉം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റിൽ പോകാൻ സാധിക്കും. ഇത് നമ്മൾ ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ എന്താ ആൻസേഴ്സ് നോക്കണ്ടേ? നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 4th ക്വസ്റ്റ്യൻ ആയിരുന്നു. സെലക്ട് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ് O മൈനസ് F മൈനസ് Na പ്ലസ് Mg പ്ലസ്. ജൂലൈ 2017 ചോദിച്ചതായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് സെയിം ആയിട്ടുള്ള സ്പീഷീസ്. അപ്പോൾ നമുക്ക് ആദ്യം O മൈനസ് നോക്കാം. O മൈനസ് നോക്കുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8. മൈനസ് ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണു. എത്ര എണ്ണാണോ അത്ര എണ്ണം ആഡ് ചെയ്യണു. അപ്പോൾ 8 + 1 = 9. എഫ് മൈനസ് ആണെങ്കിലോ 9 + 1. 9 ആണ് അറ്റോമിക് നമ്പർ. പ്ലസ് മൈനസ് 1 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം ആഡ് ചെയ്യുക. അപ്പോൾ 10 ആയി. Na+ നോക്കിയാലോ. Na+ എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. പ്ലസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഒരെണ്ണം മൈനസ് ചെയ്യുക. 11 - 1 10. Mg+ എന്നാലോ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12. പ്ലസ് ആണ് തന്നതാണ്. അപ്പോൾ ഒരെണ്ണം മൈനസ് ചെയ്യാം. അപ്പോൾ 12 - 1 11. അപ്പോൾ ഇതിൽ ഏതായ ഇലക്ട്രോണിക് സ്പീഷീസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് ആർക്കാ? F മൈനസിനും Na+നും. അപ്പോൾ F മൈനസും Na+ ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്. എഴുതേണ്ടത് ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ എഴുതി കൊടുത്തിട്ട്, ഇപ്പോൾ 1.5 മാർക്കിൻ്റെയൊക്കെയാണ് ഇങ്ങനെ എഴുതിക്കുക. അല്ലെങ്കിൽ 1 മാർക്കാണെങ്കിലും നിങ്ങളിങ്ങനെ എഴുതിയോണ്ട് തെറ്റൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് എങ്ങാനും ലാസ്റ്റ് ആൻസർ തെറ്റിയാലും ഇതിന് 1/2 മാർക്കെങ്കിലും തരാണ്ടിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുക. അതിനുശേഷം പറയേണ്ടത് F മൈനസ് ആൻഡ് Na+ അതി ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് 1 പെയർ വിച്ച് ഇസ് നോട്ട് ഐസോ ഇലക്ട്രോണിക്. മാർച്ച് 2016 ചോദിച്ചതാട്ടോ. ഏതൊക്കെയാണ് ചോദിച്ചത്? Na+, Al3+, Ca2+, Br- F-. ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത പെയർ കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണേ. ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത പെയറാണ് ഇവിടെ ചോദിച്ചത്. നോക്കാം. ഇവിടെ നോക്കൂ. Na+ എടുക്കുമ്പോൾ അറ്റോമിക് നമ്പർ 11 - 1 10. Br- എടുക്കുമ്പോൾ 35 ആണ് അറ്റോമിക് നമ്പർ. +1 36. F- എടുക്കുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 9. മൈനസ് ആയതുകൊണ്ട് ഒരെണ്ണം ആഡ് ചെയ്യപ്പെടും. അപ്പോൾ +1 10. ഇനി Al3+ എടുക്കുമ്പോൾ അറ്റോമിക് നമ്പർ 13 ആണ്. -3 കാരണം 3+ ആണ്. അപ്പോൾ 3 എണ്ണം മൈനസ് ചെയ്യണം. അപ്പോൾ 13 - 3 10. പിന്നെ Ca2+ എടുക്കുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ 20. 2+ ആണ് തന്നേണ്. അപ്പോൾ 2 എണ്ണം മൈനസ് ചെയ്യണം. അപ്പോൾ 20 - 2 18. ഇതിൽ ഏത് സെയിം ആയിട്ടുള്ള ഇലക്ട്രോൺസ് വന്നേണ്? Na+, Al3+, F-. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത സ്പീഷീസാണ്. അപ്പോൾ ആര് ഐസോ ഇലക്ട്രോണിക് അല്ലാത്ത സ്പീഷീസ്? Ca2+ഉം Br-. സോ ദ പെയർ വിച്ച് ഇസ് നോട്ട് ഐസോ ഇലക്ട്രോണിക് ഇസ് Ca2+ ആൻഡ് Br- എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9th ആയിരുന്നു. അറ്റോമിക് നമ്പർ ഓഫ് എലമെൻറ്റ് വിത്ത് IUPAC നെയിം UN and Bm ഇസ്. മാർച്ച് 2015 ചോദിച്ചത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോമൻക്ലേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ആൻസർ എന്താണെന്ന് നോക്കാം. അൺ എന്ന് പറയുമ്പോൾ 1. വീണ്ടും അൺ. അപ്പോൾ വീണ്ടും 1. ബൈ എന്ന് പറയുമ്പോൾ 2. നമ്മൾ നോമൻക്ലേച്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്നത്. സോ അൺ ബി എന്ന് പറഞ്ഞാൽ 112. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറ്റോമിക് നമ്പർ 100ന് മേലെയുള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു നോമൻക്ലേച്ചർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12th ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 12th ക്വസ്റ്റ്യൻ. കാണുമ്പോൾ വലുതാണ്, പക്ഷേ ആൻസർ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 12th ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ ഫോളോയിങ് ഗ്രാഫ് ഇൻ വിച്ച് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് പീരീഡ് അപ്ലോഡഡ് അഗൈൻസ്റ്റ് ദ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ X ആക്സിസിലും അതിൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി Y ആക്സിസിലാണ് കൊടുത്തത്. ഇവിടെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഐഡൻറ്റിഫൈ ദ അനോമലസ് വാല്യൂ ആൻഡ് ജസ്റ്റിഫൈ. അനോമലസ് വാല്യൂ കാണിക്കണവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. മാർച്ച് 2013 ചോദിച്ചതാട്ടോ. അപ്പോൾ ആരൊക്കെ ഇവിടെ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത് അല്ലെങ്കിൽ വാല്യൂസ് കാണിക്കുന്നത്? ഇവിടെ നോക്കൂ. ലിത്തിയം, ബെർലിയം, പിന്നെ ബോറോൺ ആണ് താഴേക്ക് പോകണത്. ലിത്തിയം, ബെർലിയം സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ അങ്ങോട്ട് ഒരു താഴ്ന്ന് അല്ലേ, ആ ലൈനൊന്ന് താഴ്ന്നു. അതാണ് ബോറോണിന് പറ്റിയത്. അപ്പോൾ ബോറോൺ ഒരു അനോമലസ് വാല്യൂ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോറോണിൽ നിന്ന് കാർബൺ പോയി, നൈട്രജൻ പോയി, അവിടെ വരെ സ്ട്രെയിറ്റ് ആയി. പിന്നെ വീണ്ടും ഒരു താഴ്ച വരുന്നുണ്ട് അല്ലേ, അത് ഓക്സിജൻ. അപ്പോൾ അടുത്ത അനോമലസ് വാല്യൂ കാണിക്കുന്നത് ഓക്സിജൻ. പിന്നെ അങ്ങനെ സ്ട്രെയിറ്റ് ലൈനാണ്. ഫ്ലൂറിനും ഇനിയാണൊക്കെ പോകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അനോമലസ് വാല്യൂ കാണിക്കുന്ന 2 ആൾക്കാർ ആരാ? ബോറോണും ഓക്സിജനും. ഇനി ഇവരത് എന്തുകൊണ്ടാണ് കാണിക്കണതെന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിഫൈ ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന്. ബോറോൺ ആൻഡ് ഓക്സിജൻ ഹാവ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ എക്സ്പെക്റ്റഡ്. അതായത് ബോറോണും ഓക്സിജനും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി അല്ല കാണിച്ചത്. അതുകൊണ്ടല്ല അവർ അനോമലസ് വാല്യൂ കാണിച്ചത് ഗ്രാഫിൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നോക്കാം.
This is because after the removal of one electron, boron gets the stable fully filled configuration and oxygen gets the stable halfly filled configuration. ഇതും നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ, ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ. അപ്പോൾ ആഫ്റ്റർ ഹീലിയം ബോറോൺ എന്താണ് 2s2 2p1. ആഫ്റ്റർ ഹീലിയം ഓക്സിജൻ എന്താണ് 2s2 2p4. അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് എന്താവും ഉണ്ടാവുക, പി ഓർബിറ്റലിൽ നിന്ന് അതിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു എസ് ഓർബിറ്റൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്റ്റേബിൾ അല്ലേ അത്. അപ്പോൾ അതിന് ആ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോണെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അതിന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറ്റം സ്റ്റേബിളായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് തപ്പി നടക്കുകയാണ്. അപ്പോഴാണ് ബോറോണിന് പി ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോണെ കളയാൻ അധികം എനർജി വേണോ? വേണ്ട. അതുകൊണ്ടാണ് അതിൻ്റെ അയനൈസേഷൻ എൻതാൽപ്പി കുറവായിട്ടിരിക്കുന്നത്. ഇവിടെ ഓക്സിജൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരു ഇലക്ട്രോൺ പോയാൽ ഹാഫ്ലി ഫിൽ പി ഓർബിറ്റിൽ എത്ര എണ്ണുണ്ട്? 6 എണ്ണുണ്ട് അല്ലേ. അപ്പോൾ അതിൽ 3 എണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺ വെച്ച് പോയാൽ അത് ഹാഫ്ലി ഫിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടില്ലേ ഓക്സിജന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഹയർ എനർജി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു ഇലക്ട്രോൺ മാത്രം റിമൂവ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് അതിന് ലോവർ അയനൈസേഷൻ എൻതാൽപ്പി ദാൻ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. എളുപ്പമല്ലേ? നമ്മൾ വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തത് 14th ക്വസ്റ്റ്യൻ ആട്ടോ. ഐഡൻറ്റിഫൈ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് അയോൺ O2 മൈനസ് F മൈനസ് Na പ്ലസ് Mg2+. സെപ്റ്റംബർ 2012 ചോദിച്ചത് കേട്ടോ. എന്താ ആൻസർ നോക്കാം. ഇതിൽ ലാർജസ്റ്റ് അയോണും സ്മോളസ്റ്റ് അയോണും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് തന്നിരിക്കണേൽ ലാർജസ്റ്റ് അയോൺ എന്ന് പറയണമെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആനയോൺ ആണ് പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും വലുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കാറ്റയോൺ ആണ് പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും ചെറുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് O2 മൈനസ് F മൈനസ് Na പ്ലസ് Mg2+, അല്ലേ. അപ്പോൾ ഇതിൽ ആനയോൺ ഉള്ളതാണ് പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും വലുത്. അപ്പോൾ അങ്ങനെ ഇവിടെ ആനയോൺ ഉള്ളത് ആർക്കൊക്കെയാണ്? ഫ്ലൂറിനും ഓക്സിജനും. ഇതിൽ ആ വാല്യൂ, ആനയോണിൻ്റെ ആ വാല്യൂ, നെഗറ്റീവ് വാല്യൂ കൂടുന്തോറും സൈസും കൂടും അല്ലേ. പോസിറ്റീവ് വാല്യൂ കൂടുന്തോറും സൈസ് കുറയും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ കൂടുതലുള്ളത് ആർക്കാ? ഓക്സിജന് അല്ലേ. O2 മൈനസ് ആണ്, എഫ് ഒരു മൈനസ് ഉള്ളൂ, ഓക്സിജന് 2 മൈനസ് ഉണ്ട്. അപ്പോൾ ലാർജസ്റ്റ് അയോൺ ആരാ? O2 മൈനസ്. ഇനി അടുത്തത് സ്മോളസ്റ്റ് അയോൺ. സ്മോളസ്റ്റ് അയോൺ എന്ന് പറയുമ്പോൾ പാരൻ്റ് ആറ്റത്തിനെക്കാട്ടും സ്മോളർ ആയിട്ടുള്ള അയോൺ ആരാ? കാറ്റയോൺ. കാറ്റയോണിന് ഗ്രേറ്റർ വാല്യൂ ആണെങ്കിൽ എന്തുണ്ടാവും? സൈസ് അത്രയും കുറയും അല്ലേ. ഇവിടെ Na+ന് 1 പ്ലസ് ഉള്ളൂ, Mg2+ന് 2 പ്ലസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും സ്മോളസ്റ്റ് ആണ് കമ്പയർഡ് ടു Na+. അപ്പോൾ Mg2+ ആണ് സ്മോളസ്റ്റ് അയോൺ. ഓക്കെ, ഇനി അടുത്തത് 15th ക്വസ്റ്റ്യൻ ആണ്. We two elements belong to the same group. One of us has highest electronegativity and the other highest electron gain enthalpy. Identify as. ജൂൺ 2008 ചോദിച്ചതാണ്. 2 എലമെൻറ്റ്സ് ഉണ്ട്, സെയിം ഗ്രൂപ്പിലാണ്. ഒരെണ്ണത്തിന് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, മറ്റേതിന് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ട്. ആരാന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആരാണ്? എളുപ്പമല്ലേ. ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ആരാ? ഫ്ലൂറിൻ. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളത് ആരാ? ക്ലോറിൻ. ഇനി എങ്ങനെ കിട്ടിയെന്നാണോ പറഞ്ഞു തരാം. നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസ് കുറവാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുമാണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും സൈസ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരികയാണ്, അല്ലെങ്കിൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ്. അങ്ങനത്തെ ഒരു കേസിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായിട്ട് ഏറ്റവും റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് ആരാ? ഫ്ലൂറിനല്ലേ. അപ്പോൾ ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലൂറിനും ക്ലോറിനെ അപേക്ഷിച്ച് ക്ലോറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ളതെന്ന്. അതിന് റീസൺസും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോസ്. ഓക്കെ, ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഈ പറയണതൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 19th ആണ്. എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ബ്ലോക്സ്. എക്സ്പ്ലെയിൻ എനി 2 ബ്ലോക്സ്. സെപ്റ്റംബർ 2016 ചോദിച്ചതാണ്. എലമെൻറ്റ്സിനെ 4 ബ്ലോക്കായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും 2 ബ്ലോക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ വീണ്ടും ആ ബ്ലോക്കിനെ പറ്റിയിട്ട് എടുത്ത് എഴുതണില്ല, ബട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് പറഞ്ഞു തരാം ഏതൊക്കെ പോയിന്റ്സ് ആണ് എഴുതേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എസും പിയും ബ്ലോക്ക് എടുക്കാം, അല്ലെങ്കിൽ പിയും ഡിയും ഏത് ഇഷ്ടമുള്ള 2 ബ്ലോക്ക് എടുത്തിട്ട് അതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ആ ബ്ലോക്കിനെ, ഇപ്പോൾ എസ് ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ എസ് ബ്ലോക്കിനെ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്? കാരണം എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യണത് എസ് സബ്ഷെല്ലായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലാണ്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ആ ബ്ലോക്കിനെ അങ്ങനെ എസ് അല്ലെങ്കിൽ പി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ എഫ് എന്നൊക്കെ വിളിക്കണേന്ന് പറയാം. പിന്നെ ഏതൊക്കെ ഗ്രൂപ്പ്സാണ് അതിലുള്ളതെന്ന് പറയാം.
ഇപ്പോൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പാണുള്ളത്. പി ആണെങ്കിൽ ഗ്രൂപ്പ് 13 തൊട്ട് 18 വരെ. അപ്പോൾ അങ്ങനെ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ ഗ്രൂപ്പാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയാം. അതാണ് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തത് അവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഒരിക്കലും വിട്ടുപോകരുത്. NS 1 to 2 ആണ് എസ് ബ്ലോക്കിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പോയിന്റ്സ് എഴുതും. ഇപ്പോൾ എസ് ബ്ലോക്കും പി ബ്ലോക്കും എഴുതണമെങ്കിൽ എസ് ബ്ലോക്ക് എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് എസ് ബ്ലോക്കിനെ അങ്ങനെ വിളിക്കണത്, ഏതൊക്കെ ഗ്രൂപ്പിലാണ് എസ് ബ്ലോക്കിലുള്ളത്, എന്താണ് അതിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതൊക്കെ പറയാം. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ എഴുതേണ്ടത്, അല്ലാണ്ട് ഓരോ എലമെൻറ്റിൻ്റെ അല്ല, ജനറൽ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ ഇനി അടുത്തത് പി ബ്ലോക്ക് എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് പി ബ്ലോക്കിനെ അങ്ങനെ വിളിക്കുന്നത്, ഏതൊക്കെ ഗ്രൂപ്പാണ് അതിലുള്ളത്, അതിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇങ്ങനെ ഡിയും എഫും എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. അത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ എഴുതാം. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ബ്ലോക്കിനെ പറ്റി എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 28th ആണ്. വൈ ഇസ് പൊട്ടാഷ്യം കൺസിഡേർഡ് ആസ് എൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്? മാർച്ച് 2015 ചോദിച്ചതാണ്. എന്തുകൊണ്ടാണ് പൊട്ടാഷ്യത്തിനെ ഒരു എസ് ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന്. ആൻസർ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. K is equal to after argon 4s1, അല്ലെങ്കിൽ മൊത്തമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇറ്റ്സ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ഇൻ ദി വാലൻസ് എസ് സബ്ഷെൽ, സോ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്. ഇത്രയേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൊട്ടാഷ്യത്തിൻ്റെ കേസിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിൽ എൻ്റർ ചെയ്യണ കാരണം അതിന് എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് വിളിക്കുന്നു പൊട്ടാഷ്യത്തിനെ. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 3rd ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ടെസ്റ്റ് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാൻ ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ എന്നെ റിപ്ലൈ തരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.